പിന്നെ വലുതാക്കല്ലേ ഞാൻ പറയുന്നത് കുഞ്ഞിതായി ഇവിടെ ഫ്ലോറിൽ വന്നു കളർ നമ്മുടെ പൊറോട്ട വൈറ്റാണോ കറുത്താണോ? ആയാ മതി സാധനം കളർ പൊറോട്ട കിട്ടിയാ പോരെ. നമ്മൾ ഇന്നുണ്ടല്ലോ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പെട്ടെന്നുള്ള തീരുമാനമാണ് പൊറോട്ടയും ചിക്കൻ കറിയും. അതായത് പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഞാനൊരു 10 വർഷം. അതെ. അപ്പൊ ഇന്ന് ലിബിയുടെ കൈ തെളിയിക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്കറിയാം. ലിബി അബദ്ധാശ പറഞ്ഞു ലിബിക്ക് പരത്താൻ അറിയാമെന്ന്. അടിക്കാൻ അറിയാമോ? ഇപ്പൊ കുഴക്കലും ലിബി തന്നെയായി. 1.5 ഇത് 1.5 ഉണ്ട് കേട്ടോ മൈദ. നാളത്തേനും ഉപയോഗിക്കാലോ. 10 ദിവസത്തേക്കുള്ള പൊറോട്ട ആയിരിക്കും. അല്ല പൊറോട്ട നമുക്ക് റൗണ്ട് ആക്കിയാണ് വെക്കാലോ. അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റും. എത്ര ഫ്രിഡ്ജ് വെച്ചാ പോലെ അടിച്ചാ പോലെ. ഇത് കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അകത്ത് തെറ്റിയാലും നീ ആകും കേട്ടോ. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഉപ്പും മസാലയും അത് ഇതിന് പറ്റിയ ഉപ്പ് 1.5 കിലോയ്ക്ക് എത്ര ഉപ്പ് ഗൈസിന് ഉപ്പ് അറിയത്തില്ല കേട്ടോ. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാക്കെല്ലാം പോയി ഉപ്പ് ഒരു കിലോയ്ക്ക് അര സ്പൂൺ ഉപ്പ്. മുട്ട എത്ര പറഞ്ഞ? മുട്ട അവരോരെണ്ണം കണ്ടേ പിന്നെ പേരാണ് ഞാൻ എന്നോട് ചോദിച്ചതാണ്. ഓഹോ അങ്ങനെ. ഇത് ഉപ്പിട്ടെ മതിയോ? ഇച്ചിരി പഞ്ചസാര ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ടോ? ബേക്കിംഗ് പൗഡർ ഇട്ട ഇച്ചിരി പെട്ടെന്ന് ഇതായി കിട്ടും. പാല് 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 ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ എൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടോ. പാല് 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 പഞ്ചസാര ഇട്ടാ മതി. ഒരു മിനിറ്റ്. പഞ്ചസാര എങ്ങനെയാ? 1 സ്പൂൺ മതിയോ? 1.5 സ്പൂൺ വേണ്ടി. ഉപ്പിട്ടാ ഉപ്പ് 1 സ്പൂൺ കൂടെ ഇട്ടോ. പാല് 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 ഉപ്പ് പൊറോട്ട കഴിക്കണ്ടല്ലോ. പാല് ഇതിൽ ഇത്ര പാലുള്ള അല്ലെ? പിന്നെ പാൽ പുതിയ പാക്കറ്റ് പൊട്ടിക്കണം. പിന്നെ നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കണ്ടേ? അതൊക്കെ നമ്മളിങ്ങനെ ഇതാക്കി വെക്കൂലേ. ഇനി പച്ചവെള്ളം ചൂടുവെള്ളമാണ് ഒഴിക്കണ്ടേ? പിന്നെ ബുദ്ധിമുട്ടിക്കണ്ട. ചൂടുവെള്ളം കൊണ്ട് ചൂടുവെള്ളേ ചൂടായിപ്പോയി. ചോദിച്ചോ 10 ചോദിച്ചോ. പിന്നെ ഇത് ബേക്കിംഗ് പൗഡർ ഇടുവാണെങ്കിൽ ബേക്കിംഗ് പൗഡർ നീ എത്ര മുട്ട ഇട്ടു? 1 മുട്ട മതിയോ? എല്ലാവരും പറഞ്ഞല്ലോ വേണം 1 മുട്ട കൂടി ഇട്ടോ. അത് ഒത്താത്ത അഭിരാമി ഏറ്റെടുക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് പങ്കില്ല ഗൈസ്. ഇതിൽ മൊത്തം ഇവനെ പങ്ക്. ഇതെന്തരം വേണ്ട വരും? മുട്ടയും കൂടെ മുട്ട ഇനിയും വേണം. മുട്ട പാലിന്ന് പറയണ്ടാരും കേട്ടോ. നാടൻ മുട്ട ഇട്ടിട്ട് പാളിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇതില് മറ്റേ മുട്ട ഇട്ടത് അപ്പൊ കടയിൽ നിന്ന് മേടിച്ചോണ്ടാണ്. ചൂടായിട്ടോ? നല്ല ചൂടുണ്ടേ. നമ്മള് ഇച്ചിരി കൂടെ മൈദപ്പൊടി ഉണ്ടാവൂലേ? അത് വെള്ളം കൂടി കഴിഞ്ഞ് ചോദിക്കാം. ഇപ്പൊ വിളിക്കരുത് ആരും. നല്ല ചൂടാട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇത്തിരി വെള്ളം ചേർന്നാലോ?
അറിയത്തില്ലല്ലോ നിങ്ങളല്ലേ ഷെഫ്, ഞങ്ങൾ ഷെഫ് അല്ലല്ലോ. പൊറോട്ട വേണോ ദോശ വേണോ? ലാസ്റ്റ് മൈക്കൊക്കെ താവോന്ന് പറഞ്ഞിട്ട് പോരെ, അല്ലെങ്കിൽ ഈ വീഡിയോ പൊങ്ങും. ലിബി അങ്ങനെ പരത്തി 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 ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് മൈക്ക് എടുക്കാൻ പോയതാണ്, പക്ഷെ മൈക്ക് കിട്ടിയില്ലേ ഗൈസ്. ലിബി ഗംഭീര പരത്തൊക്കെയാണ്. മമ്മി കഴിച്ചിട്ടുണ്ട് ലിബി, മമ്മി സൈഡിൽ ഇത് ശരിയാവില്ല. മൈക്കിൽ ഇവിടെ അതിനേക്കാളാക്കറമ്പോ എങ്ങനെ ട്രൈപോഡുമ്പോ കേറി നിക്കാം. മൈക്കിളുടെ പരിശ്രമത്തിൽ ഇവിടെ ലിബിയാണെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലും ശരിയായ മതി എന്നുള്ള രീതിയിലാണോ. ഇന്ന് നിനക്ക് ഞങ്ങൾ മാർക്കിടും, നിനക്ക് ശരിയാവോ ഇല്ലയോ എന്നുള്ളത്. നോക്ക് ഒരുത്ത കാണിക്ക് നോക്ക്. ആ കേറ് കേറ്, ട്രൈപോഡുമ്പോ പിടിച്ചവന് കേറണം. കലാകരച്ചില്ല മൊത്തം. ഇത് ഏകദേശം ശരിയായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമ്മളിത് ഓയിലൊക്കെ ഒഴിച്ച് വരുമ്പോ ശരിയാവുമായിരിക്കും. ഞാൻ കണ്ട യൂട്യൂബ് ചേച്ചിമാര് പറഞ്ഞത് ചപ്പാത്തിയേക്കാളും കുറച്ച് ലൂസ് ആവണമെന്നാ. ആണോ? ഓയിൽ ഒഴിക്കട്ടെ? ഓയിൽ ഒഴിക്കണം മമ്മി. ആ ഓയിലൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തേ, ഇവിടെ നീക്ക് മാറാൻ പറ്റില്ല. ലിബി പൊറോട്ട പരത്തി 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 ഒരു വിധം ആക്കിയിട്ടുണ്ട്. ഇതായിട്ടില്ല, ഇനി കുറച്ചുകൂടി അരമണിക്കൂർ ഇത് ഇങ്ങനെ പരത്തണം എന്നാ പറഞ്ഞേ. നീ വിശപ്പിങ്ങി ഞാൻ പരത്താം. ശരിക്കും പൊറോട്ടയിൽ പരത്തുന്ന ആളുടെ വിശപ്പ് വേണമെന്നാ പറയാ. എന്നാലും പൊറോട്ടയ്ക്ക് രുചി വരണോ പറയുന്നത്. ലിപി നല്ല പോലെ വിശക്കുന്നുണ്ട്. മിക്കത് ഈ ബൈക്കിലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇതാണ് സിമ്പിള്. എല്ലാം കയറി പിടിക്കും. എല്ലാം കയറി പിടിക്കുന്നുണ്ടല്ലോ, നീ പേടിക്കേണ്ട ആ കാര്യത്തില്. എല്ലാം ശരിയാകുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളം വേണമെന്നാണ് നമ്മുടെ ഷെഫ് പറയുന്നത്. നമ്മളിപ്പോ ഇത് ശരിക്കും പറഞ്ഞാ നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ടുള്ളോ, ഏത് ചപ്പാത്തിയുടെ നമുക്ക് പൊറോട്ടയ്ക്ക് വേറെ ഒരു പാകമാണ് വരുന്നത്. ഇന്ന് ഞാൻ പുളിക്ക് അവസാനം പൊറോട്ട അടിച്ചടിച്ചടിച്ചടി ഇത് കഴിഞ്ഞ നാളെ 12 മണിക്ക് നോക്കിയാ മതി. അല്ലടി കളിയാക്കാതെ അല്ലടി നമ്മളിത് ചെയ്തിട്ട് എത്ര കൊല്ലമായി അത് നീ പറ. ഞാനേ ഒരു കയ്യ വർക്കാവുള്ളൂ. ഇതൊക്കെ ഞാൻ സഹായിക്കാൻ നിന്നെ. ഒരു പൊറോട്ട ഉണ്ടാക്കാനാണ് ഇത്രയും പേര് ഇവിടെ നിൽക്കുന്ന കാര്യം. മമ്മി ഒരു സൈഡിൽ ചിരിച്ചു വീട് ചത്തു. ഇപ്പോളെ എബി ഇത് പാളൂന്ന് അറിഞ്ഞോണ്ടാ തോന്നുന്നു. എബി മുന്നേ ഇതിന്ന് കൈമാറി. വേറെ കുഴപ്പമൊന്നും നമ്മൾ പൊടി എടുക്കാൻ മറന്നുപോയി വെക്കാൻ. മൈദയുണ്ടോ നമ്മുടെ മൈദയോ ഇതോ? ഇത് പരത്താൻ നേരത്ത് ഇത് വെള്ളം കൂടി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് വെള്ളം കൂടി ഇപ്പോ ഇല്ല ഇതിക്ക് വെള്ളം ഒഴിക്കണ്ടേ? ഇനി നമുക്ക് പരത്തിയെടുക്കാവേ. അത്രയും പൊടിയല്ല, ഒരു വീട്ടിലെ പൊടിയാണ് മാറ്റി വെച്ചാൽ പോരായിരുന്നോ? ഏയ് സാറ് ആവേശം കൂടി പോയി. ആവേശം കൂടി നമ്മൾ മൊത്തത്തിൽ എടുക്കണല്ലോ. ലിപി പറഞ്ഞത് നാളേക്ക് കൂടി പൊറോട്ട ഉണ്ടാക്കി വെക്കാന്നാണ്. മയത്തിനൊക്കെ മമ്മി ഒരു നല്ല തോർത്ത് എന്തെങ്കിലും തരോ? വേറെ എന്തെങ്കിലും തുണിയോ അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ പുറത്തിടാൻ പറ്റിയത്? ഇതിന്റെ പുറത്തിടത്ത് തുണിയില്ല. കൊച്ചിന്റെ ടറക്കി എന്തെങ്കിലും നമ്മൾ പുതിയ തോർത്ത് മേടിച്ചൊന്നുമില്ല. സാധാരണ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന വെച്ചാൽ കുളിച്ച് തോർത്തിയ സാധനം. ആ തോർത്താണ് നല്ല തോർത്ത് മതി. നോക്കട്ടെ. ഇനി എന്തിനും കംപ്ലൈന്റ് വന്നിട്ട് പൊടി കൊള്ളൂല കേട്ടോ. നമുക്ക് പൊടിയെ പറയാം. പൂച്ചപ്പിള എത്തിയിട്ടുണ്ട് മണ്ണടിച്ചിട്ട്. തരാം, പേടിക്കണ്ട. എന്തായാലും നിങ്ങൾക്കായിരിക്കും ഇത് ലാസ്റ്റ്. ഇതാണ് ഓക്കെ. ഇത് വലിയ കുഴപ്പമില്ലല്ലേ? ഇങ്ങനെ ഇത് പണി അറിയത്തില്ലാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാർഗം കേട്ടോ അഭിരാമി കാണിച്ചു തരുന്നത്. ഞാനല്ല,
ലിപിണ്ടല്ലോ ഇത് എങ്ങനെയൊക്കെയോ ആക്കി തീർക്കണോ? ഇതിങ്ങനെ ഹോട്ടലിൽ ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് സാർ ടച്ചപ്പ് ചെയ്യണോ? സാർ നല്ലപോലെ വിശർക്കുന്നു. ഇതെല്ലാവരും ഇങ്ങനെ മിസ്സായി വരും. ഗൈസ് ഇത് നമ്മൾ എണ്ണ കൂടി ഒഴിക്കാണ്ട് നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടോ. നമുക്ക് ചിക്കൻ കറി കൂടി വെക്കാനുണ്ട്. അപ്പൊ ഇത് എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ ദേ ലിബി നല്ല പോലെ തടവി കൊടുക്കാം. ഇത് എണ്ണ ഇതിന്റെ മുകളിൽ കൂടെ നല്ല പോലെ സ്പ്രെഡ് ചെയ്യണല്ലേ. ഇനി എത്ര മിനിറ്റ് വെക്കണം? ആണോ? അല്ലാതെ കാര്യങ്ങളൊന്നും ഇല്ല. അവസാനം നമുക്ക് അറിയാൻ പറ്റും ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോന്നുള്ളത്. ആവോ? ഇല്ലെങ്കിൽ നമ്മളെ എബി കൊല്ലും. ആക്ച്വലി ഈ പരിപാടി ഇട്ടത് എബിയാണ്. പക്ഷെ എബി ഇതിന് നൈസായിട്ട് ലിബിയുടെ തലയിൽ കെട്ടി വെച്ചിട്ട് എബി മുങ്ങി. ഗൈസ് മര്യാദയ്ക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നതാണ്. അപ്പോഴാണ് എബി പറഞ്ഞത് പൊറോട്ട വേണമെന്ന്. അങ്ങനെ നമ്മുടെ പൊറോട്ട മാവായിരിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പുറത്തിടാൻ ഒരു തുണി വേണം. തുണി വേണമെന്നുണ്ട്, നിർബന്ധമുണ്ടോ? അപ്പൊ നമുക്ക് തുണി തപ്പി കണ്ടുപിടിച്ചിട്ട് വരാം. നമ്മളുണ്ടല്ലോ ചിക്കൻ കറിക്കുള്ള സവോള അരിയണം. സവോളയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും അരിയണം കേട്ടോ. അപ്പം നമ്മൾ എന്താ പ്രശ്നം? ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണ് ഗൈസ്. നമ്മൾ ചിക്കൻ കറിക്കുള്ള സവോള നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് സവോളയും ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആകെ വേണ്ടോ. ഒരു 3 സവോള കൂടിപ്പോയി കഴിഞ്ഞാൽ 2 3 അത്ര മതി. നമ്മൾ നല്ലപോലെ വറ്റിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടും. എന്താണ് ചാറധികം ആവാണ്ടാവുമ്പോൾ അതൊക്കെ പൊടിയും ഇതെല്ലാം കൂടി മിക്സായി ചൂടത്ത് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഈ ഗ്രേവിക്കായാലും നല്ല ടേസ്റ്റ് കിട്ടും. ചിക്കൻ ആണെങ്കിൽ നല്ല സോഫ്റ്റായി നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതൊക്കെ ഫുള്ളും അരിഞ്ഞ് വെച്ചിട്ട് കാണാം ഗൈസ്. നമ്മുടെ സവോളയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു, നമ്മുടെ പച്ചമുളകും അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും ഇതിലിട്ട് നമുക്ക് ഇടിച്ചെടുക്കാം കേട്ടോ. എന്നാലാണ് നമുക്ക് കുറച്ചുകൂടി രുചി കിട്ടുള്ളൂ. ഇങ്ങനെ ഇടിച്ച് വരുമ്പോൾ മറ്റേത് അരിഞ്ഞത് വരുമ്പോൾ ഉണ്ടല്ലോ വലിയ രുചിയൊന്നും തോന്നുന്നില്ല ഗൈസ്. ഇനി നമുക്ക് ഉരുളിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ല പോലെ അങ്ങോട്ട് ഇടിച്ചെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ സവോളയായി, ഇഞ്ചി പച്ചമുളക് അരിഞ്ഞു വെച്ചു, ഇഞ്ചിയും വെളുത്തുള്ളി ആയിട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉരുളി എടുത്തോണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഉരുളിയിൽ നമുക്ക് കറി വയ്ക്കാം ഗൈസ്. നമ്മളിതേ ഉരുളി വെച്ച് നമ്മൾ ഓൾറെഡി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു. അപ്പം നമുക്കുണ്ടല്ലോ ഗൈസ് നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കടുകിടാം. കുറച്ച് കടുകിട്ടാൽ മതി കേട്ടോ. അതായത് നമ്മൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ സവോള അത് നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം കേട്ടോ. നമുക്ക് ഈ കടുക് നമ്മുടെ നല്ല പോലെ പൊട്ടി വരുന്നുണ്ട്. നമ്മൾ ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം നമുക്കിനി. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സവോള ഇടാം. നമ്മളിപ്പോൾ ഇതിലൊരു 3 സവോളയായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു 2.5 സവോളയൊക്കെ ശരിക്കും മതിയാവും. ഞാൻ കുറച്ചൊരു സവോള ബാലൻസ് വെച്ചു ഗൈസ്. സവോള എങ്ങാനും കൂടിപ്പോയാൽ ലാസ്റ്റ് കറി മതിരിക്കും. അത് കാരണം നമുക്ക് കുറച്ച് സവോള കുറയ്ക്കാം കേട്ടോ. 3 സവോള വേണ്ടി വരില്ലായിരിക്കും. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് സവോള വേഗം വാടാനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ആദ്യം ഇളക്കിയിട്ട് നമുക്ക് ഉപ്പിടാം ഗൈസ്. നമ്മളിത് നല്ല പോലെ ഒന്ന് എല്ലായിടത്തേക്കും നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡായി വരാനായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല കട്ടി കുറഞ്ഞിട്ടാട്ടോ സവോളയൊക്കെ അരിഞ്ഞിരിക്കുന്നത്. അത് കാരണം നമുക്ക് വേഗം വാടി കിട്ടും. നമുക്കപ്പോൾ ഇത് വേഗം വാട്ടിയെടുത്തിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മളുണ്ടല്ലോ ഉള്ളി ഏകദേശം ഉള്ളി വാടിക്കഴിഞ്ഞ് നമ്മൾ ഈ സൈഡിലേക്ക് അങ്ങോട്ട് നീക്കി വെച്ചിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പൊടികൾ ഇടണം. പൊടികളായിട്ട് നമ്മൾ ഇത് തന്നെ നമ്മുടെ മലബാറിൻ്റെ ഇറച്ചി മസാലപ്പൊടിയാണ് ഇടുന്നത്. ആകെ നമ്മൾ ഇതിലേക്ക് ഈ ഒരു മസാലപ്പൊടി മാത്രമേ ഇടുള്ളൂ.
വേറെ ഒന്നും തന്നെ ഇടില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, അതല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇടില്ല ഗൈസ്. എരിവിനായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, ഇതന്നെ ധാരാളം. പിന്നെ ദേ നമ്മുടെ മഞ്ഞൾപ്പൊടി അതുകൂടി നമുക്ക് ഇടാനുള്ള ഗൈസ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇടാം. അതുകൂടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഗ്യാസ് ഓണാക്കി ഈ പൊടി നമുക്ക് ഫസ്റ്റ് വാടിയെടുക്കണം. ഒന്ന് ചൂടാക്കി എടുത്ത് ഇതിൻ്റെ പച്ചപ്പുണം പോന്ത് വരെ നമ്മളിങ്ങനെ വാടിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇറച്ചി മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഈ എണ്ണയിലൊന്ന് വാട്ടിയിടാം. നമ്മൾ സവാളയൊക്കെ അങ്ങോട്ട് കുറച്ച് സൈഡിലേക്ക് നീക്കിയിട്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വേഗം വാട്ടിയെടുക്കാം. നമ്മുടെ പൊറോട്ട ഡൗ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു ഡൗ നമ്മൾ റെസ്റ്റിങ്ങിന് വെച്ചിട്ട്. ഇനി ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും ഡൗ ഒന്നുകൂടി സോഫ്റ്റായി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊറോട്ട പരുത്താനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കാം ഗൈസ്. അപ്പം നമുക്ക് അതുവരെ നമുക്ക് ഈ പൊടി ഒന്ന് വേഗം വാട്ടിയെടുത്ത് ചിക്കൻ കറി അടുപ്പത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി തീരും. നമുക്ക് ഇത് വേഗം ഒന്ന് ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് എല്ലാം കൂടി മിക്സായിട്ടുണ്ട്, പൊടി എണ്ണ എല്ലാം കൂടി. ഇനി നമുക്ക് ഇതിക്ക് നമ്മുടെ സവോളയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ഇത് നല്ല പോലെ നമ്മൾ ഈ ചൂടത്ത് വാടിയെടുത്ത് ഇതിൻ്റെ പച്ചമണം മൊത്തം പോകണം. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ല പൊടിയുടെ മണം വരും. അപ്പോഴാണ് ഇത് മൂപ്പായിന്നേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ എന്താവും, നമുക്ക് പൊടി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പൊടി നമുക്ക് പച്ചമുളകൊക്കെ പോയിണ്ടാവില്ല. ഇത് നല്ല പോലെ ചൂടായി എന്ത് ചെയ്യണം, ഇതിൻ്റെ മണം വരണം നമുക്ക് പൊടി മൂത്തു എന്നുള്ളത്. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ഇത് കാണുള്ളൂ കേട്ടോ. എണ്ണയിൽ നമ്മൾ ഇതാക്കുമ്പോൾ ഇത് ഓൾറെഡി ഈ കളറ് വരും. കളറ് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ദേ നമ്മുടെ പൊടി വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് നമുക്ക് ടാസ്ക് എന്ന് പറയുന്നത്. പൊടി എങ്ങാനും വാടിയില്ലെങ്കിൽ നമ്മുടെ കറി മൊത്തത്തിൽ കൊളാവും ഗൈസ്. അപ്പോൾ അതേ നമുക്ക് നല്ല പോലെ ഇത് വാട്ടി 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 എടുക്കാം ഗൈസ്. ഇത് വാടിക്കൊണ്ടിരിക്കട്ടെ. ഈ പുകയൊക്കെ വരും, അതൊന്നും നിങ്ങൾ നോക്കണ്ട ഗൈസ്. ഞങ്ങൾ പൊറോട്ട 2 കഷ്ണമായിട്ട് മുറിച്ചു. ഇത് തെക്കേടത്തും ഇത് വടക്കേടത്താണ്. ഇതിൽ അഭിപ്രായങ്ങൾ കുറെ വന്നു. അപ്പൊ ഇത് തെക്കേടത്തിന്റെയാണോ വടക്കേടത്തിന്റെയാണോ ശരിയായി? ഇതിൽ കുറച്ചുകൂടി ഓയിൽ വേണം തോന്നുന്നുണ്ടോ? എന്തൊക്കെയോ കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ഡൗ സോഫ്റ്റ് ആവാനുണ്ടായിരുന്നു. നമുക്ക് വെള്ളം കുഴിച്ച് ഒന്നും കൂടെ നമുക്ക് കുഴക്കാൻ പറ്റാലോ? അത് വേണ്ട, അതിങ്ങനെ ശരിയാവില്ല. നീ കുഴക്കി, ഇത് ഞാൻ കുഴക്കാം. കുറച്ച് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. പൊറോട്ട ഉണ്ടാക്കണവരൊക്കെ സമ്മതിക്കണം കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഇത് മറ്റേ വെള്ളപ്പം കടയിൽ വെള്ളപ്പം ഉണ്ടാക്കണ പരിപാടിയല്ല. ഇത് പാളിയടി അപ്പളേ പറഞ്ഞത് നമുക്ക് വെള്ളപ്പം മതിയായിരുന്നു. വെള്ളയപ്പായിരുന്നു കേട്ടോ നല്ലത്. ചോദിച്ചു വെള്ളപ്പൊക്കെ ഇപ്പൊ വെള്ളപ്പം പൊന്തി വരില്ല. ഇല്ല ഇല്ല, ഇപ്പൊ വെള്ളപ്പം പൊന്തി വരാനുള്ള സമയം കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഏകദേശം സമയം 8 മണിയാണ്ട് കഴിഞ്ഞു ഗൈസ്. എന്നിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഈ പണിക്ക് നിൽക്കുന്നത്. 8 മണിയായി. ഇനി ഇത് അരമണിക്കൂർ കൂടി വെച്ച് കഴിയുമ്പോ 9 മണിയാവും. 9 മണിയായി കഴിഞ്ഞ് ചുട്ട് വരുമ്പോ 10 മണിയാവും. ഞങ്ങൾ 12 മണിക്കെങ്കിലും തിന്നാൻ പറ്റുമോ ഞങ്ങൾ നോക്കട്ടെ. ഇങ്ങനെയല്ല, ഈ പൊറോട്ട നിങ്ങൾ അനുകരിക്കരുത്. ഇത് വേറെ പൊറോട്ട. ഈ പൊറോട്ട നിങ്ങൾക്ക് ശരിയാവില്ല ഗൈസ്. ഇത് ഇങ്ങനെ വരണോ? അല്ല, ഞാൻ പറഞ്ഞത് എങ്ങനെയാന്ന് കാണിച്ചിരാവേ. ഞാൻ കാണിച്ചിരാവേ. ഇത് നമ്മളിങ്ങനെ പരത്തിയില്ലോ, ഇങ്ങനെ പരത്തിയിട്ട് നാളെ നമ്മള് രണ്ടുപേരും ടോൾ പാത്രമാകും കേട്ടോ. കത്തി എടുത്തു. നീ കത്തി എടുത്തിട്ട് ഇങ്ങനെ മുറിക്കും. എടി അതാണ് ചപ്പാത്തി. എനിക്ക് ചപ്പാത്തിയെ നമ്മളിങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ എന്തിനാ പരത്തുന്നേ? സത്യത്തിന് വെള്ളം കുറഞ്ഞു പോയി. വെള്ളം കുറഞ്ഞു പോയതാണോ പ്രശ്നം? വെള്ളം വേണമായിരുന്നു. നിനക്കല്ലേ പറഞ്ഞ കടിക്കാനറിയാവുന്ന പൊറോട്ട നല്ല ചപ്പാത്തി ഉണ്ടാക്കി കറി ഉണ്ടാക്കി തിന്നേണ്ട സമയം നമ്മ സുമാനിയൻ റൊട്ടി കഴിച്ചാലോ എന്ന് ചോദിച്ചവനോട്. ഇത് പാളിയടി അവസാനാവുമ്പോ എന്താവും അതിന് പേരിടാം. എന്നിട്ട് പൊറോട്ട എന്നുള്ളതല്ല ഇതിന്റെ പേര്. അതിന് എന്ത് വരുന്നോ അതാണ് ഇതിന്റെ പേര് ഗൈസ്. ഇങ്ങനെ 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 ഇതാക്കിയിട്ട്
ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് അങ്ങനെയാടാ. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല ഗൈസ്, ഇത് നിനക്കത് പറയാനില്ലേ? നീ എന്തെങ്കിലും പറ. അതല്ല ഗൈസ്, ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. ഇതിങ്ങനെ തന്നെ ആക്കണം. ഇതിങ്ങനെ നമുക്കിതിങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ കുഴക്കാം ഗൈസ്. ബോൾ പിടിക്കാൻ വരാമേ. ബോള് പിടിക്കാ. ഇത് ക്രിക്കറ്റ് ബോള് പിടിക്കാൻ ലിപി മുങ്ങിട്ടോ അപ്പുറത്ത് ക്രിക്കറ്റ് കളി കാണാനായിട്ട്. ഇത് നമുക്ക് കുഴച്ച് ഏതിലൊക്കെ വിധത്തിലാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. ഇതിപ്പോൾ ഏകദേശം പൊറോട്ട പാളി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിക്കുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് നീ എങ്ങനെ ബോളാക്കിയേ? ഭയങ്കര ഹാർഡായിടാ. വെള്ളം വെച്ചാൽ വെള്ളം കുറഞ്ഞു. ഇതിന് വെള്ളം ഒഴിക്കാൻ പറ്റില്ല. ഇതിന് പൊറോട്ട ആവില്ലേ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റാ? ഇതിൻ്റെ അത് വേറെ എന്തെങ്കിലും ആക്കണം. ഇത് പൊറോട്ട ആവൂല. ഇതാക്കൂല്ലേ നമ്മള്. നീ എങ്ങനെ ഈ റൗണ്ട് പിടിച്ചാ? ഞാൻ റൗണ്ട് പിടിക്കാറിയാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ അരച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇതിങ്ങനെയാണ്. എങ്ങനെയുണ്ട് റൗണ്ട് പിടിക്കണ്ടേ? ഇതുണ്ടല്ലോ, അതല്ലായിരുന്നു കേട്ടോ. ഇത് നമുക്ക് കുറച്ചുകൂടി ബേക്കിംഗ് പൗഡർ ഇട്ടല്ലോ. അപ്പൊ കുറച്ചുകൂടി ഇത് പൊന്തി വരില്ലേ? നീ എന്റെ സാധനം റെഡിയായി. അത് നിന്റെ ആയിക്കോട്ടെ, എന്റെ ആയി. നീ അത് പറഞ്ഞ നിന്റെ ഇതാവും പറഞ്ഞ എടുത്തോണ്ട് പോയി. ഞാൻ ശരിയാക്കി തരാടാ. സൗണ്ടാക്ക്. നമ്മള് കണ്ട യൂട്യൂബ് വീഡിയോ മാറിപ്പോയി. യൂട്യൂബ് വീഡിയോ ആയിരുന്നു. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ നിന്നോട്, ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി വെള്ളം വേണം. പക്ഷെ ഞങ്ങളുടെ പൊടി ഷോർട്ടേജ് വന്ന കാരണമാണ് ഞങ്ങൾ ഇമ്മാതിരി അക്രമം കാണിച്ചത്. പക്ഷെ ഇമ്മാതിരി അക്രമണം ഇതിന് വേണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. എന്നെ ഉള്ളിടത്തെക്കാളും പേടിക്കണ്ട. നമുക്ക് ഏതെങ്കിലും ഇത് വെള്ളം എണ്ണ മൊത്തം ഇടുന്നേ. അത് ഇങ്ങനെ 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 ഉള്ളിക്ക് ഫോൾഡ് ചെയ്ത് പൊറോട്ട ഉണ്ടാക്കാറാണ് ഈ വീഡിയോ ഒന്നും കാണണ്ട കേട്ടോ. ചിലപ്പോ അവര് നിയന്ത്രണൊക്കെ വിട്ടുപോകും. എടുക്ക് അതന്നെ മമ്മി. മൈക്കിളിന്റെ അക്രമാണ്. നിനക്ക് ഞാൻ പിടിച്ചുതരാം, നീക്ക് എടുത്തോ. അങ്ങനെ കിട്ടുള്ളേ. നിനക്ക് ഞാൻ പിടിച്ചുതരാടാ. പിടിക്ക്. അയ്യോ, ഇതിങ്ങി നമുക്ക് ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കണോ? അങ്ങനെയെങ്കിലും ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടോ നോക്കട്ടെ. എടി പൊറോട്ട ആവൂലടി, വേറെ എന്തെങ്കിലും ഇതാക്കിയോ? സാരില്ലേ, നമുക്ക് രൂപത്തിലാക്കി എടുക്കാം. വീട്ടില് പൊറോട്ട ഉണ്ടാക്കില്ലേ ഗൈസ്? ഇതോടുകൂടി ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി എന്തുണ്ടാക്കിയാലും ശരി, പൊറോട്ട എന്ന് പറഞ്ഞ സാധനം ഈ വീട്ടിലുണ്ടാക്കില്ല. ഇതേനാ ഇതുണ്ടല്ലോ, ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഉള്ളിക്ക് ഫോൾഡ് ചെയ്യണം. മനസ്സിലായോ? നീ അവിടെ പോവാ. ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ അവൻ കളി കാണാൻ പോകുന്നതാണ് ഗൈസ്. സോണിയിൽ കളി നടക്കുന്നുണ്ട്, അത് കാണാൻ പോവാണ് അവൻ. പൊറോട്ട പാളിയിരിക്കുമ്പോഴാണ് ഇവൻ കളി കാണുന്നേ. പറഞ്ഞി പൂച്ചക്കുട്ടികളെ, നിങ്ങളാരും വിഷമിക്കണ്ട, എല്ലാവർക്കും ഉള്ളതുണ്ട്. ആരും വിഷമിക്കണ്ട, എല്ലാവർക്കും ഞങ്ങള് ഒന്നോ ഇതായിട്ടില്ല. നീ ആകല്ലേ എങ്ങനെയും ഏകദേശം ഞാൻ ആക്ഷേപിച്ചു. ഞാൻ പോവാ. ഞാൻ എന്റെ കത്തിയായി. ലിപി ജന്മത്ത് ഒന്നും ഉണ്ടാക്കാന്ന് പറയാറില്ല. ആദ്യമായിട്ട് ലിപി ഒരു സാധനം ഉണ്ടാക്കാൻ പറയുന്നതാ. ഞാൻ വീശി തരാന്നാ പറഞ്ഞുള്ളൂ. ലാസ്റ്റ് എന്നെ തലയിൽ എത്തിച്ചു തന്നല്ലേ. ഈ പൂച്ചക്ക് എന്നാ കൊടുക്കണ്ടേ? ഇവർക്ക് ഇന്ന് മീൻകറി വെച്ചപ്പോ ഇവർക്ക് ഇതൊന്നും പറ്റിയില്ല ഗൈസ്. അപ്പൊ ഇവരെന്താ പോയിക്കട്ടെ. അപ്പോഴാണ് ഇവർക്ക് നമുക്ക് ഇന്ന് മീൻകറിയാണ് ഞങ്ങൾ വെച്ചത്. അപ്പോൾ ഇവർക്ക് മീൻകറി വേണ്ടാന്ന്. അങ്ങനെയാണ് ഞങ്ങൾ പൊറോട്ടയും ചപ്പാത്തിയും ചിക്കൻ കറിക്ക് എത്തിയത്. ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടി ഡൈവേർട്ട് ചെയ്ത് വിട്ടത് എബി ആയിരുന്നു. ലാസ്റ്റ് എബി ഇതിലൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ. അടുത്ത് പിടിക്കാം. ഇതായേ
എല്ലാവർക്കും ഉള്ളത് ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഇനി ഒന്നൊരു പരത്തി എടുത്ത് എങ്ങനെയും തീരുമാനമാക്കിയിട്ട് നമുക്ക് കാണാം. ഈ പരിപാടി പാളിയതായിട്ട് ഒഫീഷ്യലി ഞങ്ങൾ അറിയിച്ചിരിക്കുന്നു. ട്രോൾ വീഡിയോ ഒക്കെ ഇറക്കണം, ഒരു മയത്തിലൊക്കെ ഇറക്കുക എന്നും ഞങ്ങൾ പറയുന്നു. കട്ടുപിടിച്ച് ചിക്കൻ കറിക്ക് പോയാൽ മതിയായിരുന്നു. ഇതിന് അരമണിക്കൂർ വെക്കട്ടെ? ഇതിന് അരമണിക്കൂർ വെക്കണമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് വിവരമുള്ളവർ പറയുന്നത്. പക്ഷെ ഇത് വെക്കണമെന്ന് അറിയത്തില്ല. ഇത് പൊറോട്ട അല്ലല്ലോ, നമുക്ക് ഈ രൂപത്തിലാക്കി എടുക്കാം. അടിക്കണേലാണ് ഇതിന്റെ കാര്യം ഇരിക്കുന്നേ. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഇത് തിരുമ്പി വരുമ്പോ സോഫ്റ്റ് ആവുന്നുണ്ടാ. നമ്മുടെ ചിക്കൻ കറിക്കുള്ള അരപ്പും സാധനങ്ങളൊക്കെ നമ്മൾ ആക്കി കഴിഞ്ഞു. ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിക്ക് ചിക്കനും കൂടി ഇട്ടാൽ മതി. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാം റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ട് പവർ പോരാത്ത പോലെ കേട്ടോ. ഞാൻ നേരത്തെ ആക്കി വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാക്കിയിട്ട് നമ്മുടെ ചിക്കനും കൂടി അതിക്കിട്ട് ഒരു ചിക്കൻ നമുക്കുണ്ടല്ലോ 1 ഗ്ലാസ് വെള്ളം മാക്സിമം. അതിൽ കൂടുതൽ നമുക്ക് ചിക്കനിക്ക് ഒഴിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് മീറ്റിൽ ഓൾറെഡി നമുക്ക് വെള്ളം ഉണ്ടാവും. അത് നമുക്ക് നല്ലപോലെ ഇറങ്ങി, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ചാറ് കൂടി പോവും ഗൈസ്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ഇടാം. വേഗം നമ്മുടെ ചിക്കനും കൂടി ഇട്ടു. ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്ക് ഇത് 1 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്യുമല്ലേ, വെയിറ്റ് ചെയ്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഗൈസ്. നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയുടെ പണി ഏകദേശം തീരുമാനമായി. ഗൈസ് നമ്മുടെ ദേദിക്ക് ആവശ്യത്തിന് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ ഇതിലാകെ ചാറൊക്കെ കൂടിപ്പോയി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോകും ഗൈസ്. അപ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് ഈ ചിക്കനും ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഉരുളി ഒന്ന് നേരെ വെക്കാം കേട്ടോ. ഉരുളി ചെരിഞ്ഞിരിക്കുന്നേ ഇതേനാ ഏകദേശം ഇതേനാ നമ്മുടെ ഇതൊക്കെ മിക്സ് ആയിട്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ. തിളക്കുമ്പോഴേക്കും നമുക്ക് മൈക്കിൾ ബേബിയുടെ പ്രശ്നം എന്തിട്ടാന്ന് നമുക്ക് ഒതുക്കിയിട്ട് വരാം. എന്താ പ്രശ്നം പറയൂ, കുട്ടിയുടെ പ്രശ്നം പറയൂ. ഇത് ഇവിടെ നിന്ന് ആവുമ്പോഴേക്കും നമുക്ക് പോയിട്ട് അപ്പുറത്തെ പ്രശ്നം പരിഹരിച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. എൻ്റെ മൈക്കിൾ ബേബിക്കുള്ള ചിക്കൻ അവിടെ മാറ്റി വെച്ചേക്കാം. മൈക്കിൾ ബേബിക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ നമുക്ക് മൈക്കിൾ ബേബിക്കുള്ള ചിക്കൻ വന്നിട്ട് വറക്കാം ഗൈസ്. ഇനി ഉണ്ട് നമുക്ക് മൈക്കിൾ ബേബിയുടെ ചിക്കനും കൂടി വറുത്ത് മൈക്കിൾ ബേബിക്ക് ചോറ് കൊടുക്കാൻ നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച 2 ടെക്നിക്സിൽ ഒന്നാണ്. ആകെ ഞാൻ കുറച്ച് മസാല മൈക്കിൾ ബേബിക്ക് ഇതിന് ഇടാറുള്ളൂ. ആകെ കുറച്ച് ഇറച്ചി മസാലയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. മുളക് പൊടി ഇതൊന്നും മൈക്കിൾ ബേബിക്ക് വേണ്ടി ഉണ്ടാക്കണേൽ ഇടാറില്ല. ഇൻ കേസ് എങ്ങാനും മൈക്കിൾ ബേബി ഇത് കഴിച്ചാലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ എരിവ് കുറച്ചിട്ടേക്കുന്നത് കേട്ടോ. നമുക്ക് ഇനി അതിക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇത് ഉപ്പ് കൂടി ഇട്ട് ഇത് മിക്സ് ചെയ്യാം നല്ലപോലെ. നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ആക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഗൈസ് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് അടുപ്പത്തേക്ക് വയ്ക്കുക. അടുപ്പത്തേക്ക് വെച്ച് ഗ്യാസ് വയ്ക്കാം. എന്നിട്ട് ഇതിൽ നമ്മൾ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് ഇതൊന്ന് ഹാഫ് നമ്മൾ എന്ത് ചെയ്യണം, വേവിച്ചെടുത്തിട്ട് മാത്രമേ നമുക്കിതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് അത് ഇടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചിക്കനായി വരുമ്പോഴേക്കും ഈ ജിഞ്ചറും ഗാർലിക്കും നമ്മൾ ഇടുന്നത് ഫുള്ളും കരിഞ്ഞും പോവും. ലാസ്റ്റ് അത് കരിഞ്ഞതിൻ്റെ മണം ഇതൊക്കെ കൂടി വരും. അപ്പം ഇതൊന്ന് ഹാഫ് ബോയിലായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ മൈക്കിൾ ബേബിക്കുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ശരിയാക്കി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ തിളച്ചു തുടങ്ങി. ചിക്കൻ ഇവിടെ തിളച്ചു തുടങ്ങി കേട്ടോ. ഇനി നമുക്ക് പൊറോട്ടയുടെ പണിക്ക് കിടക്കാം ഗൈസ്. നമ്മളങ്ങനെ പൊറോട്ട പരത്തി തുടങ്ങി. ലിബി ഇവിടെ ഇത് വിജയകരമായെന്നാണ് ലിബി അവകാശം. എന്റെ വിജയകരമായി ആണോ? ആദ്യത്തെ സെഷൻ ഞാൻ ആക്കി ഇത് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ഞാൻ നിനക്ക് പരത്തി തരാം. അതായിട്ടില്ല, ഇത് ഇതല്ല ആയിട്ടില്ല. നീ 5 മിനിറ്റ് നിൽക്കി സംഭവമായിട്ടില്ല. ഈ സാധനം എന്റെ കൈ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെ ഞാൻ ഉത്തരവാദിത്തട്ടാ. ഇപ്പഴേ പറഞ്ഞേക്കാം. തല വെക്കുന്നത് ഇടയിൽ കയറി അഭിരാമി അഭിരാമി തന്നെ ഇടയിൽ കയറി കഴിഞ്ഞാൽ അഭിരാമിയായിട്ട് ഉത്തരവാദി.
നീ വീശിയടിക്കുന്ന ആളാന്നല്ലേ പറഞ്ഞേ, നീ വീശിയടിക്ക്. ഇതൊക്കെ മുറിഞ്ഞു പോയി ഇത് അങ്ങനെ ആവുള്ളൂ. കുറെ എക്സ്പീരിയൻസ് കുറഞ്ഞല്ലേ. മതി മതി. എടാ ഇങ്ങനെ 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 കീറ്. ഒന്ന് മാറാ അഭിരാമി, സമാധാനം ആയോ എന്റെ അഭിരാമി? അത് അങ്ങനെ അല്ല അഭിരാമി, നീ തമാശ കളിക്കേ. എന്റെ അഭിരാമി അങ്ങനെ അല്ലടി ഇത്. ഇങ്ങനെയാണ് ആക്കുന്നത്. ഇതുണ്ടോ എങ്ങനെയാണ് സംഭവം? ആവൂടെ നമ്മൾ സംഭവം തെറ്റിപ്പോയി. എങ്ങനെയെങ്കിലും ഇതാക്കിയെടുക്കാൻ. ഓയിലുള്ള കാരണം നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നീ കഷ്ടപ്പെട്ടു പോയാനെ. കട്ടിയുള്ള ചപ്പാത്തി കോലുണ്ട്, പക്ഷെ അത് കാര്യമില്ല. ഒന്നും കൂടി പരത്തി കിട്ടൂല്ലോ, ട്രോൾ ചെയ്തല്ലേ. ഇത് ചുടാനായിട്ട് എണ്ണ വേണ്ടേ? എണ്ണ ഇല്ല ഇവിടെ. എണ്ണയുണ്ട്. കട കൂട്ടും അടുത്ത സാധനം വേണ്ടേ? എടാ അത് പരത്തടാ, എന്നിട്ട് അടിക്ക് നീ. പരത്ത് നീ. അതന്നെ പോട്ടെ, അതന്നെ അതന്നെ വരട്ടെ, വരിക്ക് അടിക്ക്. കൊടുക്ക്. മക്കളെ പാപ്പി ചെയ്യുന്ന നോക്കിയേ. വാ വാ ആ പരിപാടി പങ്കെടുക്ക്. അതന്നെ കൊടുക്ക്. നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട്. കൊടുക്കട്ടെ. ഇത് ഏത് ഷേപ്പായിട്ട് വരും? അങ്ങനെയൊന്നുമില്ല, നമ്മൾ റെഡി ആക്കൂലേ അവസാനം. ഇതിപ്പോ ഇവിടെ ആർക്കും പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തോണ്ട് നീ രക്ഷപ്പെട്ടു, ഇല്ല നീ കഷ്ടപ്പെട്ടേനെ. വെറുതെ ഈ സ്റ്റെപ്പ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. എടി ഇത് ഇങ്ങനെ അല്ലടി ഉണ്ടാക്കുന്ന, മറന്നു പോയത്. ആണോ? ഇപ്പൊ അടിച്ചു തരാം, എന്നിട്ട് നീ സൗണ്ട് കഴിക്കും. പ്രശ്നം നീ വലിച്ചു നീട്ടണം. പൊറോട്ട പരത്തി പരത്തി പരത്തിന്റെ ആൾക്കാരൊക്കെ കൂടി തുടങ്ങി. എബി പറയുന്നത് ഇങ്ങനെയല്ല പരത്തണ്ടേന്നാണ്, ലിബി പറയുന്നത് ഇങ്ങനെയാണ് പരത്തണ്ടേന്നാണ്. ഇത് തുടക്കട്ട ആളെന്നെ വന്നു. എബി ഒറ്റ ഒരാളാണ് ഇത് മൊത്തം പരിപാടി ഇവിടെ തുടങ്ങി വെച്ചത്. ലാസ്റ്റ് എബി നൈസായിട്ട് അത് മുറുകയായിരുന്നു. എബി കൂടി എത്തി ഗൈസ്. ആരോടോ ദേഷ്യം തീർക്കുക. സ്വസ്ഥതയും സമാധാനത്തോടു കൂടി വിരിച്ചിടുക. എന്നിട്ട് നമ്മൾ ഇത് പതിയെ 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 പിന്നെ ചെറിയ ചെറിയ ഓട്ടകൾ വരും. അത് നമ്മൾ അത് ചെറുത് കൊച്ചിന് കൊടുക്കാം. ഇങ്ങനെ എടുക്കുക. പൊറോട്ട കിട്ടിയാ അങ്ങനെ റോളാക്കൂലേ? കോയും പൊറോട്ട അല്ലേ, ഒന്നും പേടിക്കണ്ട. ഇത് നമ്മള് കുഴച്ചത് ശരിയായില്ലടി. ഇത് കൊഴിച്ചത് ശരിയാകാത്തതിന്റെ കുഴപ്പം. വെള്ളം കുറഞ്ഞു. ഇല്ല, ഇനി ഞാൻ പരിപാടിയില്ല. രാജ വെച്ചു പുറത്ത് പോയി. അങ്ങനെയല്ല, നീ എന്നെ കാണിക്കുന്നത്. അത് കട്ടി കുറച്ചു തരാം. പിടിക്കുന്നേ, പിളർത്തതിനെ രണ്ടാക്ക. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്നാ ഇതാണ്. ഇവര് പയ്യെ 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 ലിബി ഒരു വശത്തുനിന്ന് പിടിക്കുമ്പോ മറ്റേ വശത്ത് പോയിക്കൊണ്ടിരിക്കുക. എബിയാണെങ്കിൽ ഇവിടെ സൈഡിൽ നിന്ന്
നല്ല പോലെ ഇത് പരത്തി ഒതുക്കി ഇതാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പരത്താനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആയി വരുന്നുണ്ട്. ഒരു 2 പ്രാവശ്യം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ സെറ്റ് ആവൂടാ. ഇല്ലടി, ഇത് നമ്മളെ പൊടി കറക്റ്റ് അല്ല, അതാ. എബിയുടെ ലാസ്റ്റ് ഇതങ്ങനെ നന്നായി കഴിഞ്ഞ എബി പേര് കൊണ്ടുപോകും. അതാണ് ഇതിന്റെ കുഴപ്പം. വേറെ പ്രശ്നം എബി പറയും എബി കൈ വെച്ചിട്ടാണ് ഇത് ശരിയായി. എബി ഇത് അടിച്ച് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് ബാക്കി പത്രമായിട്ട് വരും? അത് കൊച്ചിന്. അത് അപ്പുറത്തേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്ത്രപരമായ കൈകൾ ഇതിലുള്ള കാരണം ഇത് നമുക്ക് പൊറോട്ട ചിലപ്പോ ശരിയാവാൻ ചാൻസ് ഉണ്ട്. സോഫ്റ്റ്നെസിന്റെ ഒരു ചെറിയ പ്രശ്നം മാത്രം ഉണ്ടാവുള്ളൂടാ. കോയിൻ പൊറോട്ട അല്ലേ? ആണോ? നമ്മളെ പേര് മാറ്റി, പൊറോട്ട പേര് മാറ്റി. ലാസ്റ്റ് ഇതിന്റെ അവസാനം വേണമെങ്കിൽ തമ്പലേനെ എന്തിനാണ് തീരുമാനിക്കാനായിട്ട്. നന്നായിട്ട് ഇവനെ ഉരുട്ടടാ. അയ്യോ പൊറോട്ടയാണ് നമ്മള് മേടിച്ച് കഴിക്കുന്നത്. എത്ര സമയം വെക്കണം ഇങ്ങനെ? എനിക്ക് അത്ര പിടിച്ചു. ഇങ്ങനെ അടിക്കുമ്പോ ഇതിങ്ങനെ പൊങ്ങി വരണം. ആന്നേ, അത് പൊടി ഇത് ശരിയായില്ല. പൊടി പൊട്ടപ്പൊടിയായിരുന്നു. പൊടിയുടെ അല്ലടി, നമുക്ക് ഇത് കുരയ്ക്കാനോ തലതിരിച്ചു വെച്ചിട്ടാണോ നീ ബ്ലോഗ് ചെയ്യുന്നത്? നമ്മളിതേ പൊറോട്ടയൊക്കെ നമ്മുടെ ഏകദേശം പരത്തി കഴിഞ്ഞു. ഇനി ചുടാനായിട്ട് നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരല്ലോ. ലാസ്റ്റ് ഇത് ബൺ പൊറോട്ട ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കോയിൻ പൊറോട്ട നമ്മൾ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഈ എണ്ണയ്ക്ക് നമ്മൾ നൈസായിട്ട് അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് എന്താ ഇങ്ങനെ ആയി വരട്ടെ കേട്ടോ. ഇനി ഇത് അത്യാവശ്യം സക്സസ് ആയിരുന്നു. നമ്മൾ 2-3 ചുട്ടു നോക്കിയപ്പോൾ ഓക്കെ ആയായിരുന്നു. ഇത് നേരത്തെ ഓയിലായിരുന്നു, ഓയിൽ കഴിഞ്ഞു. അപ്പം നമ്മളിപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് മാറ്റിയതാട്ടോ. രുചിയിലൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ പൊറോട്ടയായി.